ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഒരു സുഖമാണ്. അപ്പോൾ ഞാനില്ലേ ചിക്കൻ അട്ടിപ്പത്തിരില്ലേ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കനൊക്കെ വേവാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളം കൂടി വറ്റിച്ചെടുക്കാനാണ് പോകുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 3 ഉള്ളി, പിന്നെ എരിവ് നോക്കിയിട്ട് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളി നമുക്കിന്ന് ചോപ്പറിൽ കട്ടാക്കാമെന്ന്. അപ്പോൾ ഇതിൽ നല്ല സ്ലൈസായിട്ട് തന്നെ എനിക്ക് കട്ടായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോപ്പറിലാണ് കട്ടാക്കിയിട്ടുള്ളത്. പക്ഷേ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത് ഞാൻ ഹാൻഡ് ചോപ്പറിലാണ് കട്ടാക്കിയിട്ടുള്ളത്. ഇത് മിക്സി ചോപ്പറിലാണ് കട്ടാക്കുന്നത്. അപ്പോൾ നല്ല സ്ലൈസായിട്ട് തന്നെ എനിക്ക് കട്ടായിട്ടും കൂടി കിട്ടുന്നുണ്ട്. നല്ല തിന്നായിട്ടുള്ള ലെയറായിട്ട് തന്നെ ഇത് നമുക്ക് നീളത്തിലരിഞ്ഞ് കിട്ടുന്ന ഒരു ചോപ്പറും കൂടിയാണ്. നല്ല അടിപൊളിയാണ് ഈ ചോപ്പർ. അപ്പോൾ എൻ്റെ ഉള്ളിയൊക്കെ പെട്ടെന്നായിട്ട് തന്നെ ഇവിടെ കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിന് ഞാൻ ഹാൻഡ് ചോപ്പറിലാണ് കട്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ആക്കുന്നത് ഈ ചോപ്പറാണ്. ഇത് നല്ല ഹെൽപ്ഫുള്ളും കൂടിയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എത്ര സ്ലൈസായിട്ട് എത്ര തിന്നായിട്ട് വേണമെങ്കിലും ഇതിൽ ചോപ്പായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ വെളുത്തുള്ളി കട്ടാക്കുമ്പോൾ നമുക്കതിൻ്റെ തോലൊക്കെ കളയണമെന്ന് വേണ്ടിയിട്ടൊന്നുമില്ല. നല്ല നീറ്റായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി. ഇതിൻ്റെ വെളുത്തുള്ളിയുടെ തൊലി ഇല്ലേ അത് നീളത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ തൊലി സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വെളുത്തുള്ളിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ നീളത്തിൽ തന്നെ ബാക്കിയുണ്ട്. അപ്പോൾ അതിനെ കൈകൊണ്ട് പറക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്നിട്ടിട്ട് ഒരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടാക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കടായി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആദ്യമേ ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുന്ന സമയത്തിൽ ഇതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളി ഒന്ന് വാട്ടിയിട്ട് എടുക്കാനാണ് പോകുന്നത്. നല്ലോണം അങ്ങോട്ട് ക്രഞ്ചി ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നതല്ല. അപ്പോൾ അതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ എൻ്റെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ സ്പൈസസ് മാത്രമാണ് ചേർക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ജീരകപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നാൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മസാല റെഡിയാവും. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ നല്ല ഒന്ന് ചീകിയിട്ടെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കുത്തിയിട്ടെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ആ ഒരു കല്ലില്ലേ ആ കല്ലിലൊന്ന് കുത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ചപ്പ് വകകളൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഇതിലേക്ക് നല്ല തിന്നായിട്ടുള്ളൊരു ചപ്പാത്തി പരത്തിയെടുക്കുക. ഇത് മൈദയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എത്രയും തിന്നാക്കിയിട്ട് പരത്തിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ അത്രയും തിന്നാക്കാം. പക്ഷെ ഞാനിപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ മാവില്ല കുറച്ച് ലൂസായിപ്പോയി. അതുകൊണ്ടാണ് ഇത് റൗണ്ട് ഷേപ്പിലാവാത്തത്. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിത് ലെയറായിട്ട് വെച്ച് കൊടുക്കാനല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതെവിടെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നീട്ടും കൂടി ആക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിവിടെ ചപ്പാത്തിയും കൂടി റെഡി ആയിട്ടുണ്ട്. ചുട്ടെടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ നീട്ടും കൂടി ഒന്നിച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഈ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഒന്നിച്ചിട്ട് തന്നെ നീട്ടാക്കുവാണെങ്കിൽ നമുക്ക് ബാക്കി പണികളൊക്കെ എളുപ്പത്തിൽ തീർക്കാനും പറ്റുന്നതും. അപ്പോൾ എൻ്റെ ലെയറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചപ്പാത്തി ലെയർ. പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ മുട്ടയും കൂടി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പാൽ കുറച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട ഇല്ലാത്തതുകൊണ്ടാണ് പാൽ ചൂടാക്കിയത്. അല്ലാന്നുണ്ടെങ്കിൽ പച്ചപ്പാലായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് ഒരു തവി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ചപ്പാത്തീനെ ഈ പാലിൽ മുക്കിയെടുക്കുകയാണ് ഞാൻ പോകുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ. ഞാനിപ്പോൾ ഇങ്ങനെ എന്തായാലും യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരുപാട് എൻ്റേതായ കുറേ എക്സ്ട്രാ അതുപോലെ ഞാൻ കറക്റ്റായിട്ട്
സ്ട്രിക്റ്റായിട്ട് ഫോളോ ആക്കാറില്ല. എൻ്റേതായ കുറേ രീതികൾ ഞാൻ ഇതിൽ ആഡ് ആക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ കുറച്ച് തൈരും കൂടി ആഡ് ആക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ തൈര് ആഡ് ആക്കിയിട്ട് ഇങ്ങനെ മസാല വെച്ച് കൊടുത്താൽ നല്ല ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു മസാല നമുക്കിങ്ങനെ അട്ടിപ്പത്തിൽ കഴിക്കുമ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. ആ ഫീലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ തൈര് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മസാല വെച്ച് കൊടുത്താൽ നമുക്ക് ആ ഡ്രൈനെസ് ഉണ്ടാവില്ല. നല്ലൊരു ലിക്വിഡ് ഫോമിലാണ് നമുക്കിത് കിട്ടുന്നത്. ലിക്വിഡ് എന്ന് വെച്ചാൽ അങ്ങനെ അത്രയ്ക്ക് ലിക്വിഡ് അല്ല, ഡ്രൈ അല്ല, അങ്ങനത്തെ ഒരു ഫീലിങ്ങിലാണ് നമുക്ക് ഈ അട്ടിപ്പത്രി കിട്ടുന്നത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതെല്ലാം വെച്ച് കൊടുത്തിട്ട് മറിച്ചിട്ടിട്ടും കൂടി ഒന്ന് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കട്ടാക്കുന്നു. ഈ പാനിലാണ് ഞാൻ കട്ടാക്കുന്നുണ്ട്. ആ സമയത്ത് ആൾക്കാരൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ജ്യൂസ് ആക്കുന്ന അതാക്കുന്ന ഇതാക്കുന്നൊക്കെ തിരക്കിലും കൂടി ആയിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ ലീവും ആണല്ലോ, പിള്ളേരൊക്കെ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ എന്തായാലും തിരക്ക് കൂടും. കിച്ചണിലൊക്കെ നമുക്ക് കുറച്ച് തിരക്ക് കൂടിപ്പോകും. ആൾക്കാർ വന്നാൽ പിന്നെ കുട്ടികളൊക്കെ നമ്മുടെ പിന്നാലെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും കിച്ചണിൽ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവും. അപ്പോൾ ഈ ഞാൻ ജ്യൂസ് അടിക്കുന്ന സമയത്തൊക്കെ കുറച്ച് ജ്യൂസൊക്കെ തൂയിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനൊക്കെ പ്ലേറ്റിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കെച്ചപ്പോ മയോണീസോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ പിന്നെ ഞാൻ നല്ലൊരു അടിപൊളി ബട്ടർ സ്കോച്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് മയോണീസോ കെച്ചപ്പിൻ്റെ ആവശ്യമില്ലായിരുന്നു അത്ര. അപ്പോൾ ഇത് ജ്യൂസൊക്കെ ഞാൻ ആക്കി കൊടുക്കുന്ന ആ സമയത്ത് ഒരുപാടൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, കുട്ടികളല്ലേ. അപ്പോൾ പിന്നെ ഇത് അവരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് വരുമ്പോൾ കുറേ മരത്തിലുണ്ടായിരുന്ന മാങ്ങയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ കേടോ. ഇപ്പോൾ എന്തായാലും മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരല്ല. അപ്പോൾ എന്തായാലും ഈ മാങ്ങേൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്നാണ് പുഴുക്കളൊക്കെ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കാനും പറ്റില്ല. ചെറുതായിട്ടൊരു മഞ്ഞ കളർ ആകുമ്പോൾ തന്നെ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മുറിച്ച് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വന്നപ്പോഴാണ് കുറേ കഴിച്ചു, ഇനി കഴിക്കൂല എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ മുറിച്ചിട്ടത്. അപ്പോൾ ഈ മുറിച്ചിട്ട് ഇങ്ങനെ നീറ്റായിട്ട് കിട്ടുമ്പോൾ ആർക്കല്ലേ കഴിക്കാൻ ഈസി ആയിട്ട് കിട്ടുമ്പോൾ കഴിക്കാൻ മനസ്സില്ലാത്തത്. അപ്പോൾ ഇത് മുറിച്ച് വെച്ചതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കാലിയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാം ഞാൻ അങ്ങോട്ട് മുറിച്ച് വെച്ചിട്ടില്ല. കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്ത് പിന്നെ കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ സ്ലാബിൽ തന്നെ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഓപ്പണായിട്ട് വെച്ച് കൊടുത്താൽ നമുക്കങ്ങനെ അത്ര പെട്ടെന്ന് പുഴുക്കളൊക്കെ ഒന്നും കയറില്ല എന്നൊരു വിചാരം. പക്ഷെ അറിയില്ല എനിക്ക്. എന്നാൽ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്, എല്ലാം നീറ്റാക്കി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് രാത്രിക്കുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് മുറിച്ച് വെച്ചതൊക്കെ പെട്ടെന്ന് ഓരോന്ന് എടുത്തിട്ട് കാലിയാക്കി കഴിഞ്ഞു. ബാക്കിയുള്ളത് ഫ്രിഡ്ജിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ, ഹാഫീസ്.